ഇസ്രയേൽ യെല്ലോ 2 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ഫ്ലവറിങ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇത് ഫ്ലവർ വിരിയുന്നു. രാത്രി 8:30 9 മണിയാകുമ്പോഴേക്കും ഇത് പൂർണ്ണമായിട്ടും വിരിയും. ഇത് ക്രോസ് ബ്രീഡാണോ സെൽഫ് പോളിനേഷനാണോ ക്രോസ് പോളിനേഷനാണോ എന്നുള്ളത് ചെറിയ ഡൗട്ടിൽ നിൽക്കുന്നുണ്ട്. പലരും പല അഭിപ്രായം പറയുന്നുണ്ട്. എന്തായാലും ഇതിപ്പോൾ 2 ഫ്ലവർ വിരിയുന്നുണ്ട് ഇതിനകത്ത്. ഒരെണ്ണത്തിന് നമ്മൾ ക്രോസ് പോളിനേഷൻ ചെയ്ത് നോക്കും, ഒരെണ്ണം അല്ലാതെ നോക്കും. നമുക്ക് അതിൻ്റെ വ്യത്യാസം അറിയാനായിട്ട് ചെറുതായിട്ട് അതിന് ക്രോസ് പോളിനേഷൻ ചെയ്തിട്ടുണ്ട്. ജംബോ റെഡിൻ്റെ പൂമ്പൊടി എടുത്തിട്ട് ഇതിൻ്റെ പൂമ്പൊടിയിൽ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ പൂമ്പൊടിയല്ല, ഇതിൻ്റെ സ്റ്റിഗ്മയിൽ കൊടുക്കുക. അതൊക്കെ അതിൻ്റെ സ്റ്റിഗ്മയുടെ ലീഫിലൊക്കെ അതൊക്കെ ടച്ച് ചെയ്ത് ഇതിൻ്റെ പൂമ്പൊടി ഇതിക്കൊന്നുകൂടി വിരിയാണ്ട് മുഴുവൻ വിരിഞ്ഞിട്ടില്ല. നമുക്ക് സമയമില്ല കാത്തൊക്കെ. ഇതാണ് യെല്ലോ, ഇസ്രയേലി യെല്ലോ. ഇതിൻ്റെ ഫ്രൂട്ടിൻ്റെ പുറം ഭാഗം യെല്ലോ കളറായിരിക്കും, ഉള്ളിൽ വൈറ്റ് ആയിരിക്കും. അത്യാവശ്യം മധുരവും ചെറിയൊരു പുളി ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മളിതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല. 2 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇതിനകത്ത് ഫ്ലവറിങ് ചെയ്യുന്നത്. പിന്നെ ഇത് പിടിച്ചിട്ട് നോക്കിയിട്ട് എന്താണെന്ന് എന്നൊക്കെ പറയാൻ റിസൾട്ട് അതിൻ്റെ വന്നതിന് ശേഷം പൂർണ്ണമായിട്ടൊന്ന് വിരിയട്ടെ. ഏതായാലും വിരിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇസ്രയേലി യെല്ലോൻ്റെ ഒരു മുട്ടും കൂടി ഉണ്ട്, അത് മറ്റന്നാളേക്ക് വിരിയുള്ളൂ. ഈ മുട്ടിൽ ഇതിൻ്റെ തന്നെ പോളരെടുത്ത് പോളിനേഷൻ ചെയ്യുള്ളൂ. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം, റൂട്ടുകളുടെ വ്യത്യാസം എന്താ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. കൃത്യമായിട്ട് ഇതിന് ക്രോസ് പോളിനേഷനാണോ സെൽഫ് പോളിനേഷനാണോ എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. പലതിലും 2 അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ നമുക്ക് നേരിട്ട് അറിയാമല്ലോ. അപ്പോൾ ഈ മുട്ട് നമ്മൾ ഇതിൻ്റെ തന്നെ പോളിനെടുത്ത് പോളിനേഷൻ ചെയ്യുള്ളൂ. ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ജംബോ റെഡിൻ്റെ പോളെടുത്ത് പോളിനേഷൻ ചെയ്തിട്ടുണ്ട്. രണ്ടിൻ്റെയും ഫ്രൂട്ടുണ്ടാകുമ്പോൾ രണ്ടിൻ്റെയും വ്യത്യാസം നമുക്കറിയാൻ പറ്റും. ഇത് മെക്സിക്കൻ റെഡാണ്. ഇത് ക്രോസ് പോളിനേഷനാണ്. ഇതിപ്പോൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയറിലെ ഫ്ലവറാണ്. ഇത് ക്രോസ് പോളിനേഷൻ നമുക്കറിയാം. ഇത് ക്രോസ് പോളിനേഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രൂട്ട് വളരെ ചെറുതായിരിക്കും. ഇതിപ്പോൾ ജംബോ റെഡിൻ്റെ പൂളഞ്ഞടുത്ത് കൊണ്ടുവന്നിരിക്കാം മുകളിൽ നിന്ന്. അത് ഇതിലിടാമോ? ജംബോ റെഡിൻ്റെ പോളനുള്ളത്. ജംബോ റെഡിൻ്റെ പോളൻ ഇതിനകത്ത് ഇട്ടിട്ട് ജംബോ റെഡിൻ്റെ പോളനാണ്. പിന്നെ അത് മെക്സിക്കൻ റെഡിലിട്ടാണ്. ഇതിൻ്റെ ഫ്രൂട്ട് നമുക്ക് എന്താണെന്ന് നോക്കാം. ഇത് ക്രോസ് പോളിനേഷനാണ്. ഇതിപ്പോൾ സെക്കൻഡ് ഇയർ നമുക്കറിയാവുന്നതാണ്. ക്രോസ് പോളിനേഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രൂട്ട് വെറുതെ ചെറിയൊരു ചെറുനാരങ്ങയുടെ അത്രേ ഉണ്ടാവുള്ളൂ ഫ്രൂട്ട്. അല്ലെങ്കിൽ 350-400 ഗ്രാമൊക്കെ ചിലപ്പം വരും നമ്മൾ ക്രോസ് പോളിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ. ഇത് തൽക്കാലം ജംബോ റെഡിൻ്റെ ഫോണെടുത്തതിനകത്ത് ഇട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താവും. 10 മണിയാവാറായി. ഇസ്രയേലി യെല്ലോ മറ്റുള്ള അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും ലേറ്റായിട്ടാണ് ഫുള്ളായിട്ട്. ഇപ്പോഴും ഫുള്ളായിട്ടാണ്ട് വിരിഞ്ഞിട്ടില്ല ഫ്ലവർ. ഇപ്പോഴും വിരിഞ്ഞ് വരുന്നുള്ളൂ. 10 ജംബോ റെഡൊക്കെ ഫുള്ളായിട്ട് വിരിഞ്ഞ് കഴിഞ്ഞു. ജംബോ റെഡാണ്.
ഉണ്ടാകും നല്ല ക്ലിയറായിട്ട് വിരിഞ്ഞിട്ടു. ഇതിപ്പോഴും പൂർണ്ണമായിട്ട് വിരിഞ്ഞിട്ടില്ല, മണി 10 ഇനി കുറച്ചും കൂടി ടൈം എടുക്കും ഫുള്ളായിട്ട് വിരിയാനായിട്ടാണ്. ഇസ്രേലി യെല്ലോ, ഇസ്രേലി യെല്ലോ ഇത് നോക്കാൻ ഏതായാലും. ഇന്ന് വിഷുവാണ്, ഇന്ന് വിഷു ആയിരുന്നു. വിഷുവിൻ്റെ ദിവസം ഏപ്രിൽ 15-ാം തീയതിയാണ് അത് വിരിഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രൂട്ട് എത്ര സമയം കൊണ്ട് എത്ര ദിവസം എടുക്കും പൂർണ്ണമായിട്ട് നമുക്ക് പറിക്കാൻ നമുക്ക് എത്ര ദിവസമാകും. സാധാരണ മറ്റുള്ള മലേഷ്യൻ നട്ടൊക്കെ 28 ദിവസം കൊണ്ട് നമുക്ക് ഫ്രൂട്ട് പറിക്കാൻ പറ്റും. ഇതിപ്പോൾ എത്രയാവുമെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം. ഇനി അധികം നേരം കാത്തേക്കുന്നില്ല. ഇനിയും പൂർണ്ണമായിട്ട് വിരിയണമെങ്കിൽ ഇനിയൊരു കുറേ സമയം എടുക്കും. 11 മണിയൊക്കെ ആവും. അതുകൊണ്ട് ഇത്രയും മതി.